ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ ഡ്രസ്സിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പശ മുക്കിയെടുക്കാമെന്നുള്ളതാണ്. ചിലരുടെയൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഇത് ഇത്ര സ്റ്റിഫായിട്ട് എങ്ങനെ പശ മുക്കിയെടുത്തു എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഖദർ ഷർട്ട് കാണുമ്പം നല്ല വടി പൊത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പശ മുക്കിയെടുത്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനതിന് വീട്ടിലുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പശ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒപ്പം തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ടൈമിൽ പശ മുക്കാനായിട്ട് മറന്നു പോകാറുണ്ട് അല്ലേ. പിന്നീട് നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് അയൺ ചെയ്യാൻ എടുക്കുമ്പോഴാവും നമ്മൾ പശ മുക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പശ തയ്യാറാക്കിയെടുത്തിട്ട് അയൺ ചെയ്തെടുക്കുകയാണെങ്കിലും നമ്മുടെ ഷർട്ടായാലും ഡ്രസ്സായാലും നല്ല സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു പശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല സ്റ്റിഫായിട്ടുള്ള പശ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൗവരിയാണ്. ഏകദേശം 1 കപ്പ് ചൗവരി ഞാൻ എടുത്തിട്ടുണ്ട്. ചില ആളുകളൊക്കെ കഞ്ഞിവെള്ളത്തിലും അതുപോലെ തന്നെ മൈദയിലും ഒക്കെ മുക്കിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഡ്രസ്സ് ഉണങ്ങിക്കൊണ്ടുവരുമ്പം ചെറിയ രീതിയിലുള്ളൊരു സ്മെല്ല് നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ചൗവരി ഉള്ള പശ ഉപയോഗിച്ചിട്ടാണ് മുക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ ഡ്രസ്സ് മുക്കിയിട്ട് ഉണക്കിയെടുക്കുമ്പം ചെറിയ ചെറിയ പൊടിയായിട്ട് ഒരു വൈറ്റ് കളർ പൊടിയായിട്ട് ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ കാണാനായിട്ട് പറ്റും. ചൗവരി ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടാകില്ല. ബാഡ് സ്മെല്ലോ ചെറിയ ചെറിയ രീതിയിലുള്ള വൈറ്റ് സ്പോട്ടുകളോ ഒന്നും തന്നെ നമ്മുടെ ഡ്രസ്സിൽ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കഞ്ഞിവെള്ളത്തേക്കായും മൈദയേക്കായും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് പശ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചൗവരി ഈ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 സെക്കൻഡ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ ചൗവരിയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഡ്രസ്സ് പശ മുക്കാനുണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ ചൗവരി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എത്ര വില കൂടിയ പശയാണെങ്കിലും അതല്ല നമ്മൾ വീട്ടിൽ കഞ്ഞിവെള്ളം പോലെയുള്ള പശയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓരോ വാഷ് കഴിയുമ്പോഴും നമ്മൾ വീണ്ടും പശ മുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ചൗവരിയുടെ പശ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പശ മുക്കിയെടുക്കുന്നതെങ്കിൽ ആ ഡ്രസ്സ് ഒരു 2-3 വാഷ് കഴിഞ്ഞാലും ആ പശ ഡ്രസ്സിൽ തന്നെ ഉണ്ടാവും. ആ ഒരു കാര്യമാണ് ഈ ചൗവരി ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത. ഇപ്പം ചൗവരി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു പശ ഉപയോഗിച്ച് നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സും പശ മുക്കിയെടുക്കാനായിട്ട് പറ്റും. സാരി ആയാലും മുണ്ടായാലും അതുപോലെ തന്നെ ഷർട്ടായാലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു പശ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ സ്റ്റിഫായിട്ട് എടുക്കാനായിട്ട് കഴിയും. ഇപ്പം നമ്മുടെ ചൗവരി തണുത്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ പശയായിട്ട് ഉപയോഗിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന ഈ ചൗവരി ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് പായസമോ അതല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് ഫ്രൂട്ട് സാലഡ് പോലൊക്കെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ചൗവരി വേസ്റ്റായി പോകുന്നുമില്ല. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ചൗവരിയാണ് ഇപ്പം വേവിച്ചെടുത്തത്. അപ്പം തന്നെ അത് 1 കപ്പോളം നല്ല കുറുകിയ പശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പശ മുക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആ പശ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പശ മുക്കുന്ന ടൈമിൽ എത്രത്തോളം സ്റ്റിഫ്നെസ് നമ്മുടെ ഡ്രസ്സിന് വേണമോ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ സ്റ്റിഫ്നെസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ചേർക്കാവൂ. അതല്ല ഒരു മോഡറേറ്റ് രീതിയിലാണ് നമുക്ക് സ്റ്റിഫ്നെസ് നമ്മുടെ ഷർട്ടിനും ഉടുപ്പിനും ഒക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ പശ മുക്കാനായിട്ട് ഒരു വെള്ള ഷർട്ടും ഒപ്പം തന്നെ ഒരു കളറുള്ള ഷർട്ടും എടുത്തിട്ടുണ്ട്. ഈ കളർ ഡ്രസ്സ് ഞാൻ പശ മുക്കി ഉണക്കിയെടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും തന്നെ വൈറ്റ് കളറിലുള്ള പൊടിയോ മറ്റൊന്നും തന്നെ ഈ ഒരു ഷർട്ടിൽ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് പശ മുക്കിയെടുക്കാം. ഈ പശയിൽ നമുക്ക് ഒരുപാട് നേരം ഡ്രസ്സ് മുക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നും തന്നെയില്ല. സാധാരണ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കി വെക്കുന്നത് പോലെ ഒന്ന് മുക്കിയതിന് ശേഷം തന്നെ നമുക്ക് എടുത്താൽ മതി. അപ്പം തന്നെ നല്ല രീതിയിൽ ഈ ഒരു ഡ്രസ്സിനുള്ളിൽ പശ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് വെയിലത്തിട്ട് ഒന്ന് ഇണക്കിയെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇത് പിഴിഞ്ഞെടുക്കുമ്പോഴും നമ്മൾ സാധാരണ ഡ്രസ്സ് പിഴിഞ്ഞെടുക്കുന്നത് പോലെ പിഴിഞ്ഞെടുക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളം കളഞ്ഞ് മാത്രമേ എടുക്കാവൂ. ഈ ഒരു രീതിയിൽ ബാക്കി ഡ്രസ്സ് കൂടി ഞാനൊന്ന് പശ മുക്കി എടുക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു പശയ്ക്കുള്ളിൽ നല്ല മണം വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കംഫർട്ടോ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഡ്രസ്സിന് നല്ല മണം കിട്ടും. ഇപ്പോൾ ഞാനിത് രണ്ടും തന്നെ ചേർത്തിട്ടില്ല.
നിങ്ങൾ മുക്കുന്ന ടൈമിൽ ആവശ്യമെങ്കിൽ കുറച്ച് കംഫർട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടറോ കൂടി ചേർത്തിട്ട് മുക്കിയെടുത്താൽ മതി. പശ മുക്കിയെടുത്തതിന് ശേഷം ദേ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ വിടർത്തിയിട്ട് ഉണക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം സ്റ്റിഫായിട്ട് നമ്മൾ ഷർട്ട് പശ മുക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ദേ ഇപ്പം നമ്മുടെ ഷർട്ട് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല സ്റ്റിഫായിട്ടാണ് നമ്മുടെ ഷർട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കളർ ഡ്രസ്സിൽ ഒട്ടും തന്നെ വൈറ്റ് കളറിലുള്ള പൊടിയോ മറ്റൊന്നും തന്നെ ഇല്ല. സാധാരണ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കിയെടുക്കുന്നത് പോലെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കൂ. ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പശ മുക്കാനായിട്ട് മറന്നു പോകാറുണ്ടല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പശ തയ്യാറാക്കി അയൺ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കോൺ സ്റ്റാർച്ച് ആണ്. അത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഒട്ടും തന്നെ കട്ടകളോ തരികളോ ഒന്നും തന്നെ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലായനിയിലേക്ക് കുറച്ച് മണത്തിന് വേണ്ടി റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കണം. റോസ് വാട്ടറിന് പകരം കുറച്ച് കംഫർട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ റോസ് വാട്ടർ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അയൺ ചെയ്യുന്ന ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സൊല്യൂഷൻ ഫ്രിഡ്ജിൽ വെച്ച് കുറേ അധിക കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും നല്ലതുപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതൊന്ന് നല്ലതുപോലെ ക്ലോസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് അയൺ ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഓരോ പ്രാവശ്യവും ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം അയൺ ചെയ്യുന്ന ഡ്രസ്സിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ അയൺ ചെയ്യുന്ന ഡ്രസ്സിലേക്ക് കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പശ മുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. നല്ലതുപോലെ തന്നെ നമുക്ക് പശ മുക്കിയ രീതിയിൽ തന്നെ അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.